കേറി വരൂ, ഇരിക്കൂ. രത്നമ്മ ടീച്ചറിനെ ഞാൻ വിളിപ്പിച്ചത് ഇത്തവണ ട്രാൻസ്ഫർ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയാ. പ്രതീക്ഷിച്ചിരുന്നതാണല്ലോ അല്ലേ? അതെ, എങ്ങോട്ടാണെന്ന് മാത്രം അറിഞ്ഞാ മതി. അതാ ഒരു പേടി സ്വപ്നം. എവിടെയായാലും പോയി പഠിപ്പിക്കണ്ടേ? ഒരു അധ്യാപികയുടെ കടമയല്ലേ അത്? എങ്ങോട്ടാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. ഹസ്ബൻഡ് വൈക്കത്തല്ലേ? അതെ. രത്നമ്മ ടീച്ചർ വയനാട് പോയിട്ടുണ്ടോ? പണ്ട് സ്റ്റഡി ടൂറിനൊക്കെ ആ വഴി പോയിട്ടുണ്ടെന്നല്ലാതെ. അവിടെയാണോ മാഡം എനിക്ക്? തൽക്കാലം അങ്ങോട്ട് പോകണ്ട, എറണാകുളത്തേക്കാ മാറ്റം. താങ്ക് യു മാം. ഓ ഈശ്വര, ജീവൻ തിരിച്ചു കിട്ടിയ പോലെയായി. ഇനിയിപ്പോ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേ വീട്ടിൽ താമസിച്ചുകൊണ്ട് ജോലിക്ക് പോകാമല്ലോ. ട്രാൻസ്ഫർ ഓർഡർ ആയോ മാം? ഓർഡറായി, പക്ഷെ പേപ്പർ എത്തിയിട്ടില്ല. ഒരാഴ്ചക്കുള്ളിൽ എത്തും. സന്തോഷമായല്ലോ അല്ലേ? ആയോന്നോ? ഞാൻ ഹസ്ബൻഡിനെ അമ്മയൊന്ന് വിളിച്ചു പറയട്ടെ. ശരി. വൈകിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, സെന്റ് ഓഫിന്റെ കാര്യം ആലോചിക്കാൻ. വേറെ 2 പേർക്ക് കൂടിയുണ്ട് ട്രാൻസ്ഫർ. ആർക്ക്? സുനന്ദിനിക്കും ജെയിംസ് പീറ്ററിനും. ശരി മാം. ആ ചെല്ല് ചെല്ല്. ഹലോ ഹലോ, ഉറക്കെ പറയണേ, എനിക്ക് കേൾക്കാൻ വയ്യ. അമ്മ, ഇത് ഞാനാ, രത്നമ്മയാ. ആഹാ, നീയാണോടി? എന്റെ നമ്പർ കാണാൻ വയ്യ അമ്മയ്ക്ക്. കോളർ ഐ ഡിയുള്ള ഫോണല്ലേ അവിടെ വെച്ചിരിക്കുന്നത്? എനിക്ക് കണ്ണു പിടിക്കത്തില്ലടി, കണ്ണട വേണം. അതില്ലാതെ അക്ഷരോ അക്കോ ഒന്നും കാണാൻ വയ്യ. ചോറിനകത്ത് ഈച്ച ചത്ത് കിടന്നാ കാണാൻ വയ്യ. അമ്മേ, എനിക്ക് ട്രാൻസ്ഫറാ. എങ്ങോട്ടാടി? എറണാകുളം. അത് വലിയ സൗകര്യമായല്ലോ. സുനന്ദയുണ്ടല്ലോടി ആലുവയില്. ആലുവയ്ക്കടുത്തല്ലേ എറണാകുളം? അല്ല, എറണാകുളത്തിനടുത്ത ആലുവ. ആ എന്തോ ആട്ടെ, നിങ്ങൾക്കിനി കാണാനും മിണ്ടാനും ഒക്കെ സൗകര്യമായല്ലോ. നിന്നെ കാണാൻ വരുമ്പോ എനിക്കും വല്ലപ്പോഴും ഒന്ന് ആലുവയ്ക്ക് പോകാമല്ലോ. അല്ലെങ്കിൽ ആലുവയ്ക്ക് പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോഴേ ചന്ദ്രന്റെ മുഖം കറക്കും. അമ്മ ഇത് കൊട്ടിഘോഷിക്കാനൊന്നും നിക്കണ്ട. ഞാൻ വിജയേട്ടനോട് പോലും തൽക്കാലം പറയുന്നില്ല. അതെന്താടി? അതോ, വിജയേട്ടനറിഞ്ഞ അതെങ്ങനെയെങ്കിലും ജാനി അറിയും. അതുകൊണ്ട് തൽക്കാലം ആരെ അറിയിക്കണ്ട. പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് ഒറ്റ ദിവസം കൊണ്ട് കൂടും കുടുക്കയെല്ലാം പെറുക്കി കെട്ടി ഒരു വണ്ടിയും പിടിച്ച് വീടൊഴിഞ്ഞ് സ്ഥലം വിട്ടു പോണം എറണാകുളത്തേക്ക്. നീ പറഞ്ഞതാ അതിന്റെ ശരി. അമ്മയും കൂടി ഇങ്ങോട്ടൊന്ന് വരുവോ? നമുക്ക് 2 പേർക്കും കൂടി ശരിക്കൊന്ന് പ്ലാൻ ചെയ്യണം. ചന്ദ്രനോടൊന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം കേട്ടോ. എന്നാ ഫോൺ വെക്കട്ടെ മോളെ? ആ വെച്ചോ, ഇന്ന് തന്നെ എത്തിയേക്കണം. ആ ശരിയടി. എടി മോളെ, അമ്മ എന്തേടി? ആ ഇവിടെ എവിടെയോ ഉണ്ട്. ഉണ്ണിയപ്പാ മോളെ. ഓ ഉണ്ണിയപ്പം. എന്റെ അമ്മമ്മേ, ഈ ഉണ്ണിയപ്പവും നെയ്യപ്പവും ഒക്കെ പണ്ടായിരുന്നു. ഇപ്പൊ 5 സ്റ്റാർ, ചോക്കോബാർ, മിൽക്കി ബാർ അങ്ങനെയൊക്കെയാ. ഷേടാ, കരുനാഗപ്പള്ളിന്ന് പൊതിഞ്ഞു കെട്ടി കൊണ്ടുവന്നപ്പം ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം. എടാ മോനെ, അപ്പുണ്ണിയേ. എന്താ? എടാ ഞാൻ വന്നടാ മോനെ. എവിടുന്ന്? കരുനാഗപ്പള്ളിന്ന്. അപ്പൊ ഇവിടെ ഇല്ലായിരുന്നോ? അപ്പൊ ഞാൻ പോകുന്നതും വരുന്നതും ഒന്നും നീ അറിയുന്നില്ലേ? ഞാൻ എപ്പോ നോക്കിയാൽ ഇവിടെ ഉണ്ട്. ഓ, ഇതിങ്ങനെ ഒരു ജീവി. മാറ്റം കിട്ടിയ വിവരം ജാനി അറിഞ്ഞില്ലല്ലോ. ഓ ഇല്ലമ്മേ, ഇതുവരെ ഞാൻ പറഞ്ഞില്ല. വിജയന്റെ അടുത്തും തെളിച്ചു പറയണ്ട. പറഞ്ഞാലേ അവൻ ജാനിയോട് പറയും. ജാനി മറ്റവളെ വിളിച്ചു പറയും. ആരെ? നടേശന്റെ മോളെ. അത് തന്നെ.
അയാള് പിന്നെ ഇങ്ങോട്ട് വന്നില്ലല്ലോ. ഇല്ല, പക്ഷെ എനിക്ക് പേടിയാ. അയാൾക്ക് ഒരുപാട് ജോലിക്കാരും കൊട്ടേഷൻകാരും ഒക്കെ ഉണ്ടമ്മേ. സ്കൂളിലോട്ട് പോകുമ്പോഴും വരുമ്പോഴും ആദ്യം എനിക്ക് അയാൾ എന്തെങ്കിലും ചെയ്യും, എനിക്ക് ഉറപ്പാ. എന്നാണെന്ന് അറിയാത്ത. അയ്യടാ, അപ്പോഴേക്കും നമ്മൾ നാട് വിടും. മാറ്റം എറണാകുളത്തോട്ടാണെന്നല്ലേ പറഞ്ഞേ? അതെ. ആ, ആലുവായിലെ നമ്മുടെ സുനന്ദ ഉണ്ടല്ലോ, അവിടെ കിട്ടിയവന് എറണാകുളത്താ ജോലി. ഒരു വാടക വീട് ഏർപ്പാടാക്കാൻ അവരോട് പറയാം. വിജയേട്ടനെ അറിയാതെയോ? അവനോടൊക്കെ പിന്നെ പറഞ്ഞാ മതി. ഇപ്പോഴേ സുനന്ദയോട് വിളിച്ചു പറ, ഒരു വാടക വീട് കിട്ടിയാലേ നമുക്ക് എപ്പോ വേണേലും വാരി കെട്ടി ഇവിടുന്ന് പോകാലോടി. സുനന്ദേച്ചിയെ അമ്മ വിളിച്ചു പറ. എത്ര രൂപയുടെ വാടക വീടാ വേണ്ടേ? വലിയ വാടകയുള്ള വീടൊന്നും വേണ്ടമ്മേ. എടി, ഡെപ്യൂട്ടി തഹസീൽദാറും ടീച്ചറും ഒക്കെ താമസിക്കേണ്ട വീടാ. 4 ആള് കണ്ടാ ഒരു കുറ്റവും പറയരുത്. 2 നില തന്നെ വേണം. എന്നാലും എറണാകുളത്താകുമ്പോ വാടകയൊക്കെ ഇവിടത്തെക്കാൾ ഇരട്ടിയാവും. അതിനുള്ള പൈസയൊക്കെ വിജയൻ കൈക്കൂലി വാങ്ങിച്ചുണ്ടാക്കിക്കോളും. ഏതായാലും നിന്റെ ഭാഗ്യത്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ ഒത്തു കിട്ടിയത്. നടേശനെ പേടിക്കുകയും വേണ്ട, അവന്റെ മകനും ജാനിയായിട്ടുള്ള കല്യാണം നടത്താതെ രക്ഷപ്പെടുകയും ചെയ്യാം. അവൻ അവളെ കെട്ടുന്ന കാര്യം എനിക്ക് ഓർക്കാനേ പറ്റുന്നില്ല. കുടിലിന്ന് നേരെ കൊട്ടാരത്തിലേക്ക്. തുടക്കത്തിലെ ഞാൻ കരുതിയതാ അതെങ്ങനെങ്കിലും മുടക്കണമെന്ന്. ഇനി നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടടി, ഞാനല്ലേ ഉള്ളത്. നിങ്ങളെ ഇരി ചെവി അറിയാതെ എറണാകുളത്ത് എത്തിച്ചിട്ടേ ഞാനിനി കരുനാഗപ്പള്ളിയിലേക്കുള്ളൂ. അമ്മ വാടക വീടിന്റെ കാര്യം സുനന്ദേച്ചി വിളിച്ചു പറ. ഇപ്പൊ തന്നെ പറയാടി. ആഹാ, ഗേറ്റ് അടച്ചായിരുന്നോ? ആ, അടച്ചു. പിള്ളേരൊക്കെ ഉറങ്ങിയോടി? ആ, കിടന്നു. കുടിക്കാൻ ഇത്തിരി വെള്ളം തേ. മേല് കഴുകിയിട്ട് വന്ന് ഫുഡ് കഴിച്ചാ പോരെ? കുടിക്കാൻ നാഴി വെള്ളം കിട്ടില്ലേ നിന്റെ ഇന്ന്? ശരി, ജാനിമോളെ വിളിക്കാം. ചൂടുവെള്ളം മതിയോ? നിന്നോട് ഞാൻ ബ്രാൻഡി വിസ്കി ഒന്നുമല്ലോ ചോദിച്ചേ. തരാം, പെടയ്ക്കാതെ. അമ്മ വന്നിട്ടുണ്ട്. ഇവിടുന്ന് പോയിട്ട് കരുനാഗപ്പള്ളിയിൽ എത്താൻ പോലും സമയമായിട്ടില്ലോടി. എന്റെ അമ്മ വരുന്നത് വിജയേട്ടന് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. നിന്റെ അമ്മയ്ക്ക് മാത്രമല്ല, എന്റെ അമ്മയ്ക്കും അറിയാം. അമ്മയ്ക്ക് മക്കളെ വെച്ച് ഏറ്റവും സ്നേഹം എന്നോടാ. അതാ കാര്യം. അതല്ലടി കാര്യം. നിന്റെ അമ്മയ്ക്ക് ഇവിടെ മാത്രമേ അഴിഞ്ഞാടാൻ പറ്റത്തുള്ളൂ. വേറെ എവിടെയെങ്കിലും ചെന്നാലേ താടിക്ക് തട്ടും. ഒന്ന് പോ വിജയേട്ടാ. അമ്മയുടെ കുറ്റം പറയാൻ എന്തോ ഒരു ഉത്സാഹം. കുറ്റം ഉണ്ടായിട്ടല്ലേ പറയുന്നേ? നമ്മുടെ ഈ സംസാരം ഒളിഞ്ഞു നിന്ന് കേട്ടുകൊണ്ട് ഏതെങ്കിലും മൂലയ്ക്ക് പതുങ്ങിയിട്ടുണ്ടാവും.